ഹായ് ഹലോ നമസ്കാരം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് എല്ലാവരുടെയും ലൈഫിൽ റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ എല്ലാവരും ഫേസ് ചെയ്തിട്ടുള്ള ഒരു സംഭവത്തെ പറ്റി കേട്ടോ പറയാൻ പോകുന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ എല്ലാവരുടെ ലൈഫിൽ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരിക്കും. ഓഫ് കോഴ്സ് ഒബ്വിയസ്ലി ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരിക്കും. സ്റ്റിൽ ഇപ്പോഴും ഉള്ളവരുണ്ടായിരിക്കും, ഒരു കാരണമില്ലാതെ നമ്മളെ വിട്ടുപോയവരും ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ പറയാൻ വരുന്നത് ഒരു കാരണമില്ലാതെ നമ്മളെ വിട്ടുപോയവരെ അറിയാൻ വേണ്ടിയിട്ടാണ്, വേറെ ഒന്നുമല്ല. അങ്ങനെ എനിക്കുണ്ടായിരുന്നു കേട്ടോ ഒരു ബെസ്റ്റ് ഫ്രണ്ട്. ഞാൻ എവിടെ പോവുകയാണെങ്കിലും എൻ്റെ കൂടെ കൊണ്ടുപോകുമായിരുന്നു. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾക്ക് പോലും ഞാൻ ആ പുള്ളിക്കാരിയോട് സജഷൻസ് വരെ ചോദിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്നൊരു ദിവസം ഒരു റീസണും ഇല്ലാണ്ട്, എനിക്കറിയില്ല, ഞങ്ങൾ മിണ്ടാണ്ടായി. കോണ്ടാക്റ്റ് ഇല്ല, കോളില്ല, എന്താണ് റീസൺ അങ്ങനെ ഒന്നും എനിക്കറിയില്ല. ഞങ്ങളത് മിണ്ടാണ്ടായി. ഞാൻ ഇപ്പോഴും ആ റീസൺസ് ചോദിച്ചിട്ടുമില്ല. ഞങ്ങൾ കാണാറുണ്ട്, വല്ലപ്പോഴും അത് കാണാറുണ്ട്. ഒരു സ്ട്രേഞ്ചർ മാതിരി ഞങ്ങൾ കാണാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വീട്ടുകാർ ചോദിക്കും. കാരണം ഞങ്ങൾ എവിടെ പോയാലും അടയും ചക്കരയും പോലെ പൊയ്ക്കൊണ്ടിരുന്ന ആൾക്കാർ ഇപ്പം രണ്ട് വഴിക്കായിട്ടുള്ള രീതിയിൽ അവരെന്നോട് ചോദിക്കാറുണ്ട്. ഞാനത് മൈൻഡാക്കുന്നില്ല. കാര്യം അവർക്ക് നമ്മളെടുത്ത് താല്പര്യമില്ലായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റീസൺ ആയിരിക്കാം. എന്ത് റീസൺ തന്നെയാണെങ്കിലും നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യുക, അല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെട്ടെന്ന് ഒരു കാരണവും ഇല്ലാതെ അങ്ങനെ പോയപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര വിഷമമായിട്ടോ. അത് വരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ പെട്ടെന്ന് മാറിപ്പോയപ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഒരു വിഷമം ഞാൻ കുറേ നാളത് ഞാൻ അനുഭവിച്ചായിരുന്നു. കാര്യം എന്ത് വിഷമം ഉണ്ടെങ്കിലും എന്ത് സീക്രട്ടുകൾ ഉണ്ടെങ്കിലും ഞാൻ പുള്ളിക്കാരിയോട് ഷെയർ ചെയ്യുമായിരുന്നു, അതുപോലെ തന്നെ തിരിച്ചും. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും ഈ സിറ്റുവേഷൻ ഫേസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഇല്ലേ. അപ്പോൾ ദയവ് ചെയ്ത് ഇനി അങ്ങനെ, ഞാൻ പഠിച്ചൊരു പാഠം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി അങ്ങനെ ഒരാളെ, അതിനിപ്പോൾ എന്താണെങ്കിലും ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ള രീതിയിലാണെങ്കിൽ പോലും ഞാൻ അങ്ങനെ ഒരാളെ എടുത്ത് തലയിലോട്ട് വെക്കുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് വിഷമിച്ചിട്ടുണ്ട്. ഇപ്പം സ്റ്റിൽ എനിക്കത് അവരുടെ ആ ഒരു വിടവ് എനിക്ക് നികത്താൻ പറ്റുന്നുണ്ട്. കാര്യം എനിക്ക് ആരോട് സജഷൻ ചോദിക്കാതെ തന്നെ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നുണ്ട്. പലതും എനിക്ക് ഉള്ളിൽ തന്നെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ആ ഒരു കുറേ കാര്യങ്ങളിലൊക്കെ ഞാൻ ആ ഒരു പ്രാപ്തി നേടിയെടുത്തു. എനിക്ക് അവരോട് അതിനോട് ഭയങ്കര താങ്ക്സ് ഉണ്ട്. ദയവ് ചെയ്ത് ഇങ്ങനെ ഒരാൾക്കാരുടെ ലൈഫിലോട്ട് വന്നിട്ട് അവരെ അത്രയും നാളും കൂടെ നിന്നിട്ട് പെട്ടെന്ന് പാതിക്കാക്കിയിട്ട് പോകാതിരിക്കുക. ഞാൻ ഇപ്പോഴും കൂടെ നിൽക്കുന്ന ഫ്രണ്ട്സ്ക്ക് ഒരുപാട് പേരുടെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ചിലർ വരുന്നു, അവരുടെ ഇഷ്ടത്തിന് വരുന്നു, പോകുന്നു. അങ്ങനെയുള്ള ഒരാൾക്കാരെയും നമ്മുടെ ലൈഫിൽ കൂടെ കൂട്ടാതിരിക്കുക. എനിക്കതേ ഉള്ളൂ പറയാൻ. അപ്പം ഇവളെന്തിനാ വന്ന് ഈ വെറുപ്പിച്ച് നിർത്തുന്നതെന്നൊന്നുമല്ല, എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി.